ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം 55-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഇത് ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ്. മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യ സമാമേതി പാണ്ഡവ. മലയാളം: എന്നിൽ സർവം സമർപ്പിച്ചിട്ടെന്നെ തന്നെ നനച്ചു നീ, നിർവൈരൻ സംഘനിർമുക്തൻ എന്നിൽ വന്നു ലയിച്ചിടും. പാണ്ഡവ: ഹേ അർജുന, മത്കർമ്മകൃത്, ഈശ്വരാർപ്പണമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എന്നിൽ അർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. മത്പരമഃ, എന്നെ പരമാത്മാവായി തന്നെ പരമാശ്രയമായും കരുതുന്നവനും. മദ്ഭക്തഃ, എന്നിൽ പരമപ്രേമത്തോട് പരമഭക്തിയുള്ളവനും. സംഘവർജിതഃ, മറ്റൊന്നിലും ബന്ധമില്ലാത്തവനും. സർവഭൂതേഷു നിർവൈരഃ, ഒരു ജീവിയുടെ നേരെയും യാതൊരു ദ്വേഷബുദ്ധിയുമില്ലാത്തവനും. യഹ സഹ മാം ഏതി, ആരാണോ അവൻ എന്നെ പ്രാപിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ ഭക്തി മാത്രമാണ് എന്നിലേക്ക് എത്താനുള്ള വഴി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വണ്ടി കയറിയിരിക്കുക, മാപ്പ് ഓൺ ചെയ്യുക, എത്താനുള്ള വഴി ഭഗവാനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നിലേക്ക് എത്താനുള്ള വഴി അനന്യഭക്തി മാത്രമാണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തെ ശ്ലോകമാണല്ലോ ഇത്. അപ്പോൾ നീ എൻ്റെ വിശ്വരൂപം കണ്ടല്ലോ, ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസ് നൽകി ആർക്കും കാണാൻ സാധിക്കാത്ത എൻ്റെ വിശ്വരൂപം നിനക്ക് ഞാൻ കാണിച്ചു തന്നു. എന്താണ്? നീ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. മാത്രമല്ല, നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് നീ പ്രകടിപ്പിക്കുകയും ചെയ്തു. എനിക്കും മനസ്സിലായി അത് കാണാനുള്ള ആഗ്രഹം നിനക്കുണ്ടെന്ന്. അപ്പം യഥാർത്ഥത്തിൽ നിനക്ക് മാത്രം കിട്ടിയ ഒരു അസുലഭ ഭാഗ്യമാണത്. മറ്റാർക്കും ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നിനക്ക് കിട്ടിയത്. അപ്പം എന്നിലേക്ക് എത്താൻ എന്താണ് വഴി എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഭക്തി മാത്രമാണ് എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു തരാം. ഭക്തി എല്ലാ കർമ്മങ്ങളും, എല്ലാ അധ്യായത്തിലും പറയുന്ന പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുക, സമർപ്പണ ഭാവത്തോടെ ചെയ്യുക. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. എല്ലാവരും, ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും എൻ്റെ അംശമാണ്, ഭഗവാനാണ് എന്ന ഒരു ധാരണ നമ്മൾക്ക് വരണം. അപ്പം എന്നെ ശരണം പ്രാപിക്കുക, അതിനുള്ള വഴി ഭക്തി മാത്രമാണ്. നമ്മൾക്ക് ചില കാര്യങ്ങളിലൊക്കെ വളരെയധികം ആസക്തി തോന്നുമല്ലേ? ആ ആസക്തി ആ കാര്യങ്ങളിൽ നിന്ന് മാറ്റി ഭഗവാനിലേക്ക് അടുക്കാനായിരിക്കണം എന്ന് മാത്രം. ചിലർക്ക് ലഹരിയോട് അമിതമായ ആസക്തിയുണ്ട്. എത്ര തന്നെ അത് ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞാലും അവരതിനെയൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാറില്ല. വീണ്ടും വീണ്ടും അതിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. മറ്റ് ചിലർക്ക് കാമഭ്രാന്തുണ്ടാവാം. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ആ അസുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ വഴുതി വീണുകൊണ്ടിരിക്കും. മറ്റ് ചിലർക്ക് മക്കളെ പറ്റിയുള്ള അമിതമായ ചിന്തയും അവരെ പറ്റിയിട്ടുള്ള ചിന്തകളാണ്. അവരായി വലിയ കുട്ടികളായി എങ്കിലും എപ്പോഴും എല്ലാ കാര്യത്തിനും അവരുടെ പിന്നാലെ നടന്ന് അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കുന്നേ. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾക്ക് അയ്യോ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ അവിടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്നൊരു ഭാവമാണ് നമ്മൾക്ക്. എത്ര ചെയ്താലും നമ്മൾക്ക് അതിനോട് ആസക്തി വരികയാണ്. നേരത്തെ പറഞ്ഞ ലഹരിയോടായാലും പ്രണയം ആയാലും മറ്റു കാര്യങ്ങളായാലും ആ ആസക്തി അതിൽ കൊടുക്കുന്നതിന് പകരം ഭഗവാനിലേക്ക് എത്താനാണ് കൊടുക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഭക്തിയിലാണെങ്കിലോ കൊടുക്കുന്നത്, എന്നാൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ ഭക്തി സംഭരിക്കാൻ കഴിയുകയാണെങ്കിൽ എല്ലാ പുഴകളും സമുദ്രത്തിലേക്ക് വരുന്ന അതുപോലെ തന്നെ നിനക്കും എന്നിലേക്ക് എത്താനായിട്ട് കഴിയും.
അപ്പോൾ എന്നിൽ ലയിച്ചു ചേരാനായിട്ടും സാധിക്കും. അപ്പോൾ എന്താണ് അനന്യഭക്തി എന്ന് ഇനി എന്തെങ്കിലും നിനക്ക് സംശയമുണ്ടെങ്കിൽ അതൊന്നും കൂടെ പറഞ്ഞു തരാം. അതാണ് ഈ 55-ാമത്തെ ശ്ലോകം. അപ്പോൾ എന്നെ കാണണം, എന്നെ അനുഭവിക്കണം, എന്നിൽ ചേരണം. ഇത് മാത്രമേ വഴിയുള്ളൂ, വേറെ കുറുക്ക് വഴികളൊന്നും ഇതിനില്ല. അപ്പം നിർവൈരഹ എന്ന് പറഞ്ഞത് ഞാൻ തന്നെയല്ലേ എല്ലാവരും. നിൻ്റെ ചുറ്റും കാണുന്ന എല്ലാ ചരാചരങ്ങളും ഞാനാണെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് ദേഷ്യം പ്രകടിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും തുല്യരാണ് എന്ന ഒരു തത്വം നിൻ്റെ തലയിൽ വന്നുകൊള്ളും. ആ തത്വം നമ്മുടെ തലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ ആരോടും തന്നെ യാതൊരു ദേഷ്യവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മത്കർമ്മകൃത് എന്നാണ്, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. പരമാത്മാവായിട്ടുള്ള എൻ്റെ വിശ്വരൂപം ഞാൻ കാണിച്ചു തന്നു. അതുകൊണ്ട് എന്നെ തന്നെ ആശ്രയിക്കുക, എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിക്കുക. എന്നിൽ ഉള്ള ഭക്തി വളരെ അധികം വർദ്ധിപ്പിക്കുക. മറ്റൊന്നിലും ബന്ധമില്ലാതെ എന്നിലേക്ക് എത്തുക, അതാണ് ലക്ഷ്യം. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? സാക്ഷാൽ ഭഗവാനിലേക്ക് അടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് മറ്റൊരു ജീവിയുടെ നേരെയും എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. എല്ലാവരും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്തിനാണ് ഭഗവാനോട് ദേഷ്യം? അതുകൊണ്ട് ആരോടും തന്നെ ദേഷ്യമില്ല. ഇങ്ങനെയൊക്കെ ആരാണോ എന്നെ ആഗ്രഹിക്കുന്നത്, എന്നെ അനുഭവിക്കാൻ ശ്രമിക്കുന്നത്, അവർ എന്നെ സഹ മാം ഏതി, അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. വീണ്ടും ക്രോഡീകരിച്ചതാണ്. ഈശ്വരാർപ്പണമായിട്ട് സർവകർമ്മങ്ങളും ചെയ്യുക, പരമാത്മാവിനെ തന്നെ പരമലക്ഷ്യമായി കരുതുക, ഭഗവത് ഭക്തി വളർത്തുക, മറ്റൊന്നിലും ആസക്തി ഇല്ലാതിരിക്കുക, ഒരു ജീവിയെയും വെറുക്കാതിരിക്കുക. ഈ 5 പോയിൻ്റാണ് നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ. വേറെ വഴിയില്ല, കുറുക്കു വഴികളൊന്നും തന്നെ ഇല്ല. ഈ 5 വഴികളും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ ആസക്തി ഇല്ലാതെ മനോബുദ്ധികളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ തനിയെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ മനോബുദ്ധികളൊക്കെ പിൻവലിക്കേണ്ടി വരും. അങ്ങനെ ശ്രദ്ധയെ പിൻവലിച്ച് ഇനി നമുക്കൊരു ശ്രദ്ധ മാത്രമേ ഉള്ളൂ, എനിക്കുള്ള പ്രേമം ആരോടാണ്? ഭഗവാനോടാണ്. അപ്പോൾ ഈശ്വരനിൽ തന്നെ മനസ്സുറപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് എത്തിച്ചേരും, നമുക്ക് ആത്മാനുഭൂതി കൈവരിക്കാൻ സാധിക്കും. അപ്പം മത്കർമ്മകൃത് എന്ന് പറഞ്ഞത് ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യലാണ്. പരമഹ ഭക്തി, ഈശ്വരൻ്റെ നേരെ മദ്ഭക്ത, ഭക്തി വളർത്തുക. ഇതെല്ലാമാണ് ഇതിൽ പറഞ്ഞത്. നിർവൈരഹ, വൈരമില്ലാതിരിക്കുക. സർവഭൂതേഷു, എല്ലാറ്റിലും എല്ലാ ജീവജാലങ്ങളിലും ഞാനുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ അധ്യായത്തിൽ മുഴുവനായിട്ടും പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഭഗവാന്റെ വിശ്വരൂപ ദർശനം തന്നെയാണ്. അത് കാണാനുള്ള ആഗ്രഹം അർജുനൻ പ്രകടിപ്പിക്കുന്നു. സാധാരണക്കാരനായിട്ടുള്ള ഒരു ലൗകികന് അത് കാണാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ദിവ്യചക്ഷുസ് നൽകി അർജുനൻ അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കി തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ആദ്യം ശാന്തമായ രൂപം പെട്ടെന്ന് തന്നെ വളരെ ഘോരമായിട്ടുള്ള രൂപമായിട്ട് മാറുകയും അതിൻ്റെ ഭീകരതയിൽ അനേകായിരം മുഖങ്ങളും ദംഷ്ട്രകളും കരാളങ്ങളും എന്തെല്ലാമാണെന്ന് പറയണ്ട, എവിടെ തിരിഞ്ഞാലും അതേ മുഖം തന്നെ കാണുന്നു. അർജുനൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച യുദ്ധക്കളത്തിലാണല്ലോ. അപ്പോൾ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചവരെല്ലാവരും തന്നെ ഭഗവാന്റെ വായിലേക്ക് ഓടിയെടുക്കുന്നു.
അതിൽ തന്നെ പലരും പല്ലിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്നു. മറ്റു ചിലർ പുഴകൾ ഒഴുകുന്ന പോലെ അറിയാണ്ട് ആ ഗർത്തത്തിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. മാത്രമല്ല ഭഗവാൻ പറഞ്ഞു, ഞാനിവരെയൊക്കെ വധിച്ചു കഴിഞ്ഞു. നീ എന്ത് ചെയ്യണം? ഒരു ഉപകരണമായിട്ട്, ഒരു നിമിത്തമായിട്ട് യുദ്ധക്കളത്തിൽ അവരെ കൊല്ലുക മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ കൊല്ലുന്നതായി അഭിനയിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അത് മാത്രം. നീ കൊല്ലുന്നില്ല, ഞാൻ കൊന്നു കഴിഞ്ഞു. എങ്കിലും നിൻ്റെ കർമ്മം അതാണല്ലോ, മറ്റുള്ളവർ നോക്കുമ്പോൾ അങ്ങനെ ഒരു കർമ്മം അനുഷ്ഠിച്ചാൽ മതി. ഇനി എല്ലാവരെയും ഞാൻ വധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിൻ്റെ ജയവും ഏകദേശം ഉറപ്പിക്കാമല്ലോ അല്ലേ? അത് പറഞ്ഞില്ല, എന്നാലും മനസ്സിലാക്കാം. ഇനി ഇത് വളരെ ദുർലഭമായിട്ട് ആർക്കും തന്നെ കാണാൻ കഴിയാത്ത ഒരു വിശ്വരൂപമാണ് ഞാൻ നിനക്ക് കാണിച്ചു തന്നത്. അത്രയും ജ്ഞാനികളായ ആൾക്കാർക്കോ അല്ലെങ്കിൽ ദേവന്മാർക്ക് പോലും ഒരിക്കലും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ എത്തിച്ചു. നിനക്ക് ഇത്ര പെട്ടെന്ന് തന്നെ, നീ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ടാണ് ഞാനിതെല്ലാം കാണിച്ചു തന്നത്. മാത്രമല്ല അതിലേക്കുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. എന്നിലുള്ള ഭക്തി മാത്രമാണ് അതിലേക്കുള്ള ഉപായം. ലൗകികനായതുകൊണ്ട് ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ ഭക്തി വളർത്തിയെടുക്കുക എന്നതായിരിക്കണം നിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ സാക്ഷാത്കാരം സിദ്ധിക്കും, അഹങ്കാരം നശിക്കും, ഞാൻ നീ എന്ന ദ്വൈതഭാവം ഇല്ലാണ്ടാവും, ഞാനും നീയും ഒന്നായി മാത്രം തീരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ആരാണോ ഇങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കുന്നത്, പരമഭക്തിയും പ്രേമവുമുള്ളത്, ഈ ലോകത്തിലും പരലോകത്തിലും ഒരേ ഒരു ലക്ഷ്യം ഭഗവാൻ മാത്രമാണ് എന്ന് വിചാരിച്ച് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവരെല്ലാവരും തന്നെ എന്നിൽ തന്നെ ലയിക്കും. എൻ്റെ ജീവനെ തന്നെ, അല്ലെങ്കിൽ സ്വന്തം ജീവനെ തന്നെ, എൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ ലൗകികൻ പറയുമ്പോൾ എൻ്റെ ജീവൻ എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഭഗവാന്റെ കൂടെ ജീവനാണ്. അതുകൊണ്ട് സർവ്വഭൂതങ്ങളിലും അത് തന്നെ കാണുക. എല്ലാവരോടും യാതൊരു ദേഷ്യവുമില്ലാതെ സമചിത്തത പാലിക്കുക. ഈ ശ്രേഷ്ഠഭക്തി വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ആ ആൾ അല്ലെങ്കിൽ ആ വ്യക്തി ദേഹം വെടിയുന്ന സമയത്ത് അവരിലുണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം തന്നെ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു പോയിക്കോളും. ഭഗവാനോട് ഐക്യം പ്രാപിക്കാനും സാധിക്കും. അങ്ങനെ മഹത്തരമായിട്ടുള്ള ഒരു അധ്യായമാണ് നമ്മളുടെ ഇവിടെ ഇപ്പോൾ 11ാമത്തെ അധ്യായം. കാരണം വിശ്വരൂപമാണ് നമ്മൾ വിശ്വരൂപ ദർശന യോഗം എന്നാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത്. വായിച്ചതിലൂടെ നമ്മൾ പോലും ആ വിശ്വരൂപ ദർശനം കാണാൻ നമ്മൾക്ക് പോലും സാധിച്ചു എന്നുള്ളതല്ലേ ഒരു ഭാഗ്യം. എന്താണ് ഭഗവാന്റെ വിശ്വരൂപ ദർശനം? നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിശ്വരൂപ ദർശനം അല്ലെങ്കിൽ വിശ്വരൂപം, ഭഗവാന്റെ വിശ്വരൂപം കാണിക്കും ഭഗവാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം. അതെന്താണെന്ന് ഇപ്പം നമ്മൾക്കും മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത ദിവസം 12ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. അത് ഭക്തിയോഗമാണ്. ഇനി 12 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾക്ക് വായിക്കാനുള്ളത്. ഓക്കെ. ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനയോഗോ നാമ 11ാധ്യായഃ. വിശ്വരൂപദർശനം അവസാനിക്കുന്നു. ഓക്കെ. അസ്മിൻ പരാത്മന്നുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപൽമയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.